തങ്ങൾ ലൈംഗികപരമായി ചൂഷണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെയും ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെയും അതല്ലെങ്കിൽ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരുടെയും എല്ലാം വിശ്വാസം പിടിച്ചു പറ്റത്തക്ക രീതിയിൽ പ്രവർത്തിച്ച് പതുക്കെ ഈ ഒരു സെക്ഷൽ അബ്യൂസ് എന്ന കാര്യത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഗ്രൂമിംഗ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു കഥയുടെ ഉദാഹരണത്തോടെ ഞാൻ ഇതിന്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റും. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ദയവായി മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആ ഒരു ടെൻഷനും വെപ്രാളവും എല്ലാം കാരണം നേരെ മനസ്സിലായത് പോലും വരില്ല. വേണമെങ്കിൽ 3 or 4 പ്രാവശ്യം കണ്ടാലും തെറ്റില്ല. എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഗ്രൂമിങ്ങിന് ഒരു 7 സ്റ്റേജസ് ഉണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരൊറ്റ കഥയുടെ ഉദാഹരണം വെച്ച് മാത്രമാണ് കേട്ടോ. എല്ലാ കേസുകളിലും ഇതേപോലെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കഥയിലെ കഥാപാത്രങ്ങളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. 45-കാരനായ സിബി, 40-കാരിയായ സിമി. ഇവർ രണ്ടുപേരും ബാങ്ക് ഓഫീസേഴ്സ് ആണ്. ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. മൂത്തോളായ ടിസ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 15 വയസ്സായി. രണ്ടാമത്തെ പെൺകുട്ടി ടിനു 8 വയസ്സുകാരിയാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത് ടോണി ആൺകുട്ടിയാണ്, 4 വയസ്സായി. ഇവരുടെ വീട്ടിൽ ഇവരെ കൂടാതെ സിബിയുടെ 75 വയസ്സുകാരിയായ അമ്മയുമുണ്ട്. അമ്മ ഒരു വശം തളർന്ന് കിടപ്പാണ്. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ അമ്മയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പകൽ സമയം സിമിയും ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ഒരു മെയ്ഡ് വന്ന് അമ്മയെ കുളിപ്പിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുമായിരുന്നു. എന്നാൽ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം ഈ അമ്മയുടെ കാര്യവും വീട്ടിലത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം ഭാര്യയും ഭർത്താവും തന്നെ വേണം ചെയ്യാൻ. 10ാം ക്ലാസ്സുകാരിയായ ടിസ പരീക്ഷയാണെന്ന് പറഞ്ഞ് പഠിക്കുവാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മറ്റ് 2 കുട്ടികളെയും ഇവർക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കാനേ പറ്റിയിരുന്നില്ല. സിബിയുടെ വീട്ടിൽ നിന്നും ഏകദേശം വെറും ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണ് സിബിയുടെ പെങ്ങളായ ട്രീസയും അവരുടെ ഹസ്ബൻഡ് ആൻഡ്രിയൂസും കുടുംബവും താമസിക്കുന്നത്. അവർക്ക് 2 കുട്ടികളാണ്. ടിനുവിനെ പോലെ 8 വയസ്സായ ജസ്ലിനാണ് അവരുടെ മൂത്ത കുട്ടി. ഈ ജസ്ലിനും ടിനുവും സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരുടെ രണ്ടാമത്തെ കുട്ടി 4 വയസ്സുകാരനായ ജെറിനാണ്, ടോണിയുടെ അതേ പ്രായം. ട്രീസയും ആൻഡ്രിയൂസും രണ്ടുപേരും IT പ്രൊഫഷണൽസ് ആണ്. ട്രീസ വർക്ക് ഫ്രം ഹോം ആണ് മിക്ക ദിവസങ്ങളിലും. ആൻഡ്രിയൂസിനാണെങ്കിൽ മിക്കപ്പോഴും യാത്രയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അവരുടെ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം ഒരു മെയ്ഡുണ്ട്, കുട്ടികളുടെ കാര്യമായാലും അതേപോലെ കുക്കിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കാൻ. സിമിയുടെയും രണ്ടാമത്തെ മകളായ 8 വയസ്സുകാരിയായ ആ ടിനു ഉണ്ടല്ലോ, അവൾ വളരെ കുറുമ്പിയാണ് കേട്ടോ. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യമാണ്. എന്ത് സാധനം കിട്ടിയാലും എടുത്ത് വലിച്ചെറിയുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾക്കുണ്ട്. ടിസ ജനിച്ച് ഏകദേശം 7 വർഷം കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞാണ് ടിനു എന്നുള്ളതിനാൽ തന്നെ ആ സമയത്ത് ഈ അച്ഛനമ്മമാർ ടിനുവിനെ ഒരുപാടധികം കൊഞ്ചിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അവർക്കൊരു ആൺതരി പിറന്നപ്പോൾ അവർ ഈ ടിനുവിനെ അത്രയ്ക്കങ്ങോട്ട് ശ്രദ്ധിച്ചു കാണില്ല. ഇതൊക്കെ ആയിരിക്കാം ടിനുവിന് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരാനും അതേപോലെ ഒരുപാട് കുറുമ്പ് കൂടുവാനും എല്ലാം കാരണം എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ പല വീടുകളിലും കാണാറുണ്ടല്ലോ അല്ലെ. ടിനു ആണെങ്കിൽ മിക്കപ്പോഴും പരീക്ഷയ്ക്കെല്ലാം തോൽക്കുകയോ അതല്ലെങ്കിൽ കഷ്ടിച്ച് പാസ്സാവുകയോ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ട്രീസിയുടെ വീട്ടിലെ ജസ്ലിൻ ആകട്ടെ കണക്കിന് മാത്രം സ്വല്പം പുറകോട്ടായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്ട്സിലും അവൾ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു. ജസ്ലിനും ടിനുവും ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഈ ജസ്ലിനെയും ടിനുവിനെയും താരതമ്യപ്പെടുത്തി 2 കുടുംബത്തിലെ ആളുകളും അതുപോലെ അവരുടെ ബാക്കി ബന്ധുക്കളും എല്ലാം പറയുമായിരുന്നു, കണ്ടില്ലേ ജസ്ലിനെ നോക്കൂ, എന്ത് സ്മാർട്ടാണ്, എല്ലാത്തിനും എത്ര നല്ല മാർക്സ് വാങ്ങുന്നു, നന്നായി ഡാൻസ് കളിക്കുന്നു, നന്നായി പാട്ട് പാടുന്നു, അതേപോലെ നല്ല പെരുമാറ്റം, എല്ലാവരോടും എത്ര വിനയപൂർവ്വം അതേപോലെ എത്ര ബഹുമാനത്തോടെ സംസാരിക്കുന്നു. ടിനു ആണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, എപ്പോഴും മൂഡ് ഓഫ് ആവുകയാണ്, നന്നായി പഠിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള താരതമ്യപ്പെടുത്തൽ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു. 4 വയസ്സുകാരായ ടോണിയും ജെറിനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. 2 പേർക്കും പരസ്പരം കാണാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയായിരുന്നു. ഈ 2 സെറ്റ് ഓഫ് പേരൻസും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. എന്തായാലും ടിനുവിന് പല സബ്ജക്ട്സിലും മാർക്കുകൾ കുറവാണ്, അവൾക്കൊരു ട്യൂഷന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. ജസ്ലിനും ട്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ മാർക്കുകൾ കുറച്ചുകൂടി കൂടാനും സാധ്യതയുണ്ട്. അതിനാൽ ഇവരെ പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ ടീച്ചറെ ഏർപ്പാടാക്കിയാലോ എന്നുള്ളൊരു ആലോചന മാതാപിതാക്കളുടെ മനസ്സിലേക്ക് വന്നു. സിബിയുടെയും വീട്ടിൽ വെച്ച് ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ തന്നെ അവർ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ 100,000 ജോലികളാണ്. അതിൻ്റെ ഇടയിൽ ഈ ട്യൂഷൻ ടീച്ചർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക, ആ ഓരോ കാര്യങ്ങൾ അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രീസി എന്ത് പറഞ്ഞു,
മിക്കപ്പോഴും താൻ വർക്ക് ഫ്രം ഹോം ആണല്ലോ. മാത്രമല്ല തങ്ങളുടെ വീട്ടിൽ ഫുൾ ടൈം മെയ്ഡുമുണ്ട്. അതിനാൽ സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഈ ടിനുവും ടോണിയും ജസ്ലിന്റെയും ജെറിന്റെയും ഒപ്പം തങ്ങളുടെ വീട്ടിലേക്ക് പോരട്ടെ. ഇവിടെ വെച്ച് അവർക്ക് വേണ്ട ഭക്ഷണവും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയ ശേഷം ട്യൂഷൻ ടീച്ചർ വന്ന് അവർക്ക് ട്യൂഷൻ എല്ലാം പഠിപ്പിച്ച് രാത്രിത്തെ ഭക്ഷണവും എല്ലാം കൊടുപ്പിച്ച ശേഷം അവരെ തിരിച്ച് സിബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അങ്ങനെയാകുമ്പോൾ സിബിക്കും സിമിക്കും ആശ്വാസമാകുമല്ലോ എന്ന്. ട്രീസയുടെ അമ്മയെ തന്നെയാണല്ലോ സിമിയും നോക്കുന്നതല്ലേ. അപ്പോൾ അത് കാരണം ട്രീസയ്ക്ക് തോന്നി താനിത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല, നല്ലതേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അങ്ങനെ ടിനുവും ടോണിയും ജെസ്ലിന്റെയും ജെറിന്റെയും ഒപ്പം സ്കൂൾ കഴിഞ്ഞാൽ അവരുടെ ആന്റിയുടെ വീട്ടിൽ പോകാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു BSc കഴിഞ്ഞ ഒരു പെൺകുട്ടി, അടുത്ത വീട്ടിലത്തെ ഒരു പെൺകുട്ടി, ആ കുട്ടിയെ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ആ പെൺകുട്ടി പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ ടിനു പറ്റാവുന്ന കുറുമ്പുകളെല്ലാം ചെയ്ത് ആ പെൺകുട്ടിയെ ഒരു വഴിക്കാക്കി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ യുവതി ഇനി എനിക്ക് ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായി 3-4 ട്യൂഷൻ ടീച്ചേഴ്സ് അവരുടെ വീട്ടിൽ വന്നു പോവുകയുണ്ടായി. എല്ലാവരെയും ടിനു എന്തെങ്കിലും ഒരു കുറുമ്പ് കാട്ടി ഓട്ടിച്ചു വിടും. സിമിയും ടിനുവിനെ നല്ലവണ്ണം ശകാരിക്കുമായിരുന്നു, ചിലപ്പോഴൊക്കെ അടിക്കുമായിരുന്നു, ഭീഷണിപ്പെടുത്തുമായിരുന്നു, താരതമ്യപ്പെടുത്തുമായിരുന്നു. ജസ്ലിന്റെ കൂടെ, അതേപോലെ ടിസയുടെ കൂടെ, ഈവൻ ടോണിയുടെ കൂടെ പോലും താരതമ്യപ്പെടുത്തുമായിരുന്നു. സ്വാഭാവികമായിട്ടും ടിനുവിന് തോന്നി തുടങ്ങി തന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന്. ആന്റിയുടെ വീട്ടിൽ വൈകിട്ട് ചെല്ലുമ്പോൾ ട്രീസയും ആന്റണിയും പ്രത്യേകിച്ച് ടിനുവിനെ വഴക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ടിനുവിന് എപ്പോഴും തോന്നുമായിരുന്നു അവരും തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്ന്. അവരുടെ വീട്ടിലെ മെയ്ഡ് ഉണ്ടല്ലോ, എപ്പോഴും തന്നെ ഈ ടിനുവിനെ കുറ്റപ്പെടുത്തി, ഈ നാശം വന്നു കയറിയത് മുതൽ നമുക്ക് വലിയ ജോലി കൂടുതലാണ്, എന്തൊരു കഷ്ടമാണ്, ഭയങ്കര ശല്യം തന്നെ, ദൈവമേ ഒരു ദിവസം ഈ കൊച്ചു വരാതിരുന്നാൽ അത്രയും സമാധാനം എന്നിങ്ങനെയുള്ള കമന്റ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് പാസ്സാക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് കുറച്ചുകൂടി നോവുമായിരുന്നു. ഇങ്ങനെ കുറേ ട്യൂഷൻ ടീച്ചേഴ്സിനെ ഇവരെ ഏർപ്പാടാക്കി എല്ലാവരും കുറച്ച് ദിവസം മാത്രം നിന്നിട്ട് തിരിച്ചു പോകുമായിരുന്നു. ആകെ വിഷമമായി 2 സെറ്റ്സ് ഓഫ് പേരൻസിനും. എന്ത് ചെയ്യും ഇനി? എങ്ങനെയാണ് ടിനുവിനെ ഈ സബ്ജക്ട്സ് മാത്രമല്ല കുറച്ച് നന്നായി പെരുമാറാനും കൂടി പഠിപ്പിച്ചെടുക്കുക? ആരെ കൊണ്ട് പറ്റും ഇത്? അവരെല്ലാവരും തോൽവി സമ്മതിച്ചു. അപ്പോഴാണ് ട്രീസയോട് അവരുടെ ഫ്രണ്ട് പറയുന്നത്, തനിക്കൊരു ബ്രദറുണ്ട്, 45 വയസ്സായി പ്രായം, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു പോലും, എന്തൊക്കെയോ ഒരു അസുഖങ്ങളെല്ലാം വന്നത് കാരണം അവിടെയൊക്കെ വിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട്. ആൾക്കാണെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അവരുടെ പെരുമാറ്റം മാത്രമല്ല അവരുടെ പഠിത്തവും എല്ലാം തന്നെ ശരിയാക്കി എടുക്കുവാൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആളെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്താലോ എന്ന്. തന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ്, രണ്ടാമൊന്നും ആലോചിക്കാതെ ട്രീസ പറഞ്ഞു ശരി. അങ്ങനെ 45 വയസ്സുകാരനായ വിനോദ് ടിനുവിനെയും ജസ്ലിനെയും ട്യൂഷൻ പഠിപ്പിക്കാനായി ട്രീസയുടെ വീട്ടിൽ നിത്യേനെ എത്തിത്തുടങ്ങി. ആദ്യത്തെ ഒരാഴ്ച 10 ദിവസം ഇതിനു മുൻപ് വന്ന ട്യൂഷൻ ടീച്ചേഴ്സിനോട് കാട്ടിയ അടവുകളെല്ലാം ടിനു കാണിച്ചു, ഇയാളെയും ഓട്ടിപ്പിച്ചു വിടാൻ. എന്നാൽ വിനോദ് ആ ട്യൂഷൻ ടീച്ചേഴ്സിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു. അത് നമുക്ക് വഴിയെ നോക്കാം. ട്യൂഷൻ എടുക്കാൻ വന്നു തുടങ്ങിയ അന്നു മുതൽ തന്നെ ഇയാൾ ശ്രദ്ധിച്ചു, ടിനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ടിനുവിന്റെ ഈ ദേഷ്യവും ഈ സ്വഭാവവും അതേപോലെ പലരും ടിനുവിനെ കുറ്റപ്പെടുത്തുന്നതും ഇതെല്ലാം കണ്ട് അത് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അയാൾ ചിന്തിച്ചത്. എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ വളരെ എളുപ്പത്തിൽ തനിക്ക് തന്റെ വലയിലേക്ക് വീഴ്ത്താം എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഗ്രൂമിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ വിക്ടിം, അതായത് തക്കതായ ഇരയെ കണ്ടെത്തുക എന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പതുക്കെ വിനോദ് ഗ്രൂമിങ്ങിന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നു. എല്ലാവരും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ഈ ടിനുവിനോട് കുറച്ചധികം എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത് കുറച്ചധികം എക്സ്ട്രാ സ്നേഹം കാണിക്കുവാൻ തുടങ്ങി. തുടക്കത്തിൽ ഇയാൾ എന്ത് പറഞ്ഞാലും ഇയാളെ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോകുമായിരുന്നു. എന്നാൽ ഇയാൾ തന്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചില്ല. ഓരോ പ്രാവശ്യവും ട്യൂഷന് വരുമ്പോൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങളോ കയ്യിൽ കൊണ്ടുവരുമായിരുന്നു. അത് രഹസ്യമായി ടിനുവിന് മാത്രം കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, എനിക്ക് മോളോടാണ് കൂടുതൽ സ്നേഹം, അതുകൊണ്ടാണ് ജസ്ലിന് കൊടുക്കാതെ നിനക്ക് മാത്രം തരുന്നത്. കുറച്ചു ദിവസം കൂടി ടിനു അകന്നു തന്നെ നിന്നു. അയാളെ വിശ്വസിക്കാൻ ടിനുവിന് തോന്നിയില്ല. കാരണം ഇതുവരെ തന്റെ ജീവിതത്തിൽ ആരും തന്നെ തനിക്ക് ഒരു പരിഗണനയും തന്നിട്ടില്ല. എന്നാൽ പതുക്കെ പതുക്കെ അവൾക്ക് മനസ്സിലായി ഈ മാഷിന് തന്നോട് സ്നേഹം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടെന്ന്. ദേഷ്യപ്പെടാതെ ക്ഷമയോടെ വീണ്ടും വീണ്ടും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കുട്ടിയും
വിശ്വസിച്ചു പോവില്ലേ? നമ്മൾ മുതിർന്ന ആളുകൾ പോലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളോട് വളരെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറിയാൽ, പ്രത്യേകിച്ചും വേറെ കുറെ ആളുകൾ നമ്മെ എപ്പോഴും ചീത്ത പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരായാലും വീണു പോകില്ലേ? വിശ്വസിച്ചു പോകില്ലേ? അപ്പോൾ ഇതാണ് ഗ്രൂമിങ്ങിന്റെ സെക്കൻഡ് സ്റ്റേജ്, ഗെയിനിങ് ട്രസ്റ്റ്. ഈ കുഞ്ഞിന്റെ വിശ്വാസം അയാൾ പതുക്കെ പതുക്കെ പിടിച്ചുപറ്റി. ഗ്രൂമിങ്ങിന്റെ മൂന്നാമത്തെ സ്റ്റേജ്, പ്ലേയിങ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ചൈൽഡ്സ് ലൈഫ്, എന്ന് വെച്ചാൽ കുട്ടിയുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു റോൾ വഹിക്കുക എന്ന ആ ഒരു കാര്യത്തിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങി വിനോദ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ടിനുവിന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ടിനുവിന് വിനോദ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. വിനോദ് പറയുന്നതനുസരിച്ച് കേൾക്കുവാനുള്ള പ്രവണത അവളിൽ കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ട്രീസയും ശ്രദ്ധിച്ചു. ട്രീസ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ടിനുവിന്റെ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിച്ചു തുടങ്ങി ടിനുവിൽ ഉണ്ടായി വരുന്ന മാറ്റങ്ങളെ കുറിച്ച്. ടിനുവിന്റെ ദേഷ്യമെല്ലാം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്, കുറച്ചുകൂടി നന്നായി പഠിക്കുന്നുണ്ട്. അവർ പറയുന്നതൊന്നും ടിനു കേൾക്കുന്നില്ല. എന്നാൽ അവളുടെ ആ വിനോദ് മാഷ് പറയുകയാണെങ്കിൽ അതനുസരിക്കാൻ അവൾ കൂട്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ടിനുവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വിനോദ് മാഷുമായിട്ട് ചർച്ച ചെയ്യുവാൻ തുടങ്ങി ട്രീസയും അതേപോലെ ടിനുവിന്റെ മാതാപിതാക്കളും. സ്വാഭാവികമായിട്ടും ട്രീസയുടെയും അതുപോലെ ടിനുവിന്റെ മാതാപിതാക്കളുടെയും എല്ലാം കണ്ണിൽ വിനോദ് ഒരു ഹീറോ ആയി മാറുകയായിരുന്നു. പതുക്കെ പതുക്കെ ടിനുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, വീട്ടിലുള്ള വേറെ ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങളായാലും ശരി, എന്തും വിനോദുമായി ചർച്ച ചെയ്തു തുടങ്ങി ആ കുടുംബത്തിലുള്ള എല്ലാവരും. ഇങ്ങനെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും തന്നെ വിനോദിനോട് ഇങ്ങനെ കൂടുതലായി അടുപ്പത്തിൽ പെരുമാറുന്നതും കൂടുതൽ നേരം വിനോദുമായി സംസാരിക്കുന്നതൊന്നും ടിനുവിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്നേഹം വേറെ ആരുമായി പങ്കുവെക്കാൻ അവൾ തയ്യാറായിരുന്നുമില്ല. അതിനെക്കുറിച്ച് കുറെ പ്രാവശ്യം അവൾ വിനോദിനോട് പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുമുണ്ട്. വിനോദ് ചിരിച്ചുകൊണ്ട് അവളോട് പറയുമായിരുന്നു, നീ തന്നെയാണ് മോളെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. എന്നാൽ ഞാൻ അവരുടെ കൂടെ ഒന്നും അധികം സംസാരിച്ചില്ലെങ്കിൽ അവർ കരുതും, ഈ മാഷ് എന്താ എപ്പോഴും വലിയ ഗൗരവത്തിലിരിക്കുന്നു, ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല, അപ്പോൾ ഇയാളുടെ ഈ ട്യൂഷന് വേണ്ടിയുള്ള വരവ് അങ്ങ് നിർത്തിയാലോ എന്നൊക്കെ ആലോചിച്ചാലോ. അപ്പോൾ ടിനുവിന് വലിയ സന്തോഷം വരുമായിരുന്നു. അതുകൂടാതെ മുൻപ് കൊടുത്തിരുന്നതിലും കുറച്ച് കൂടുതൽ തന്നെ ഓരോ സമ്മാനങ്ങളും കഴിക്കുവാനുള്ള കാര്യങ്ങളും എല്ലാം ടിനുവിന് രഹസ്യമായി കൊണ്ടു കൊടുക്കുമായിരുന്നു. എവിടെ നിന്നാണ് ഇത്രയും സമ്മാനങ്ങൾ ലഭിക്കുന്നത് എന്ന് ടിനുവിന്റെ മാതാപിതാക്കൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, അവൾ എക്സ്ട്രാ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കുകയും വിനോദ് മാഷ് പറഞ്ഞതുപോലെ എല്ലാം ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തപ്പോൾ മാഷ് അവൾക്ക് കൊടുത്തതാണ് എന്നാണ്. ടിനുവിന്റെ മാതാപിതാക്കൾക്ക് അതൊരു വിഷമമായി തോന്നിയില്ല, അവർക്ക് സന്തോഷമാണ് തോന്നിയത്. ഈ ട്യൂഷൻ മാഷ് തങ്ങളുടെ മകൾക്ക് ഇത്രയും എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത് അവളെ ഇത്രയും നന്നാക്കി എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നല്ലോ എന്ന് ആലോചിച്ച്. സമ്മാനങ്ങളെല്ലാം കൊടുക്കുന്നത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറയുമായിരുന്നു, ബാക്കി എല്ലാ കുട്ടികളെക്കാട്ടിലും സുന്ദരിയും നീയാണ്, ഏറ്റവും മിടുക്കിയും നീയാണ്, ഏറ്റവും ബുദ്ധിശാലിയും നീയാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വിനോദാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. വീട്ടുകാർക്കും ഇതിൽ വലിയൊരു അപാകതയൊന്നും തോന്നിയില്ല. ഗ്രൂമിങ്ങിന്റെ മൂന്നാമത്തെ സ്റ്റേജാണ് നടന്നുകൊണ്ടിരുന്നത്. പതുക്കെ പതുക്കെ വിനോദ് ഗ്രൂമിങ്ങിന്റെ നാലാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയുണ്ടായി. ക്രിയേറ്റിംഗ് സീക്രസി അറൌണ്ട് ദ റിലേഷൻഷിപ്പ്. ഈ ഒരു സ്റ്റേജിൽ ഈ ഒഫൻഡർ എന്താ ചെയ്യുക വെച്ചാൽ, ആരെയാണോ നമ്മൾ ഇരയാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയും താനുമായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് സീക്രട്ടായി വെക്കാനും മറ്റുള്ളവർ അധികം അറിയാതിരിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. പതുക്കെ പതുക്കെ വിനോദ് ടിനുവിനോട് പറയുകയുണ്ടായി, ഇവിടെ വീട്ടിൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് മാത്രമായിട്ട് അധികം സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് മാത്രമായിട്ട് കുറച്ച് സമയം രഹസ്യമായി ചിലവാക്കണം. ടിനുവിനും ആ ആശയം ഇഷ്ടപ്പെട്ടു. വിനോദ് തന്നെ ഒരു വഴിയും കണ്ടുപിടിച്ചു അതിന്. അവരുടെ വീടിന്റെ അടുത്ത് ഒരു നെൽപ്പാടമുണ്ട്. ആൾപെരുമാറ്റമൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണത്. ഉച്ചയ്ക്ക് ഒരു 4 മണി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആരും അധികം കാണാറില്ല. വിനോദ് ടിനുവിനോട് പറഞ്ഞു, നീ സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 3:30 ആകുമ്പോൾ തിരിച്ചു വരുമല്ലോ, വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് മേലൊക്കെ കഴുകിയ ശേഷം ആ പാടത്തേക്ക് വായോ. അവിടെ വെച്ച് ഞാൻ നിനക്ക് കുറെ കഥകളെല്ലാം പറഞ്ഞു തരാം, നമുക്ക് കുറെ കളികളെല്ലാം കളിക്കാം, അതിനുശേഷം നിനക്ക് വീട്ടിലേക്ക് വരാം, കുറച്ചു കഴിഞ്ഞ് ട്യൂഷൻ പഠിപ്പിക്കാൻ വരാം എന്ന്. ടിനുവിന് ആ ആശയം വളരെയധികം ഇഷ്ടമായി. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങൾ മുതൽ ടിനു
ടിനു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ ഇത്രയും പെട്ടെന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് മേലെല്ലാം കഴുകി ഫ്രഷായി പുറത്തേക്ക് പോകാനുള്ള ആ ഒരു തിടുക്കമാണ് കാട്ടി തുടങ്ങിയത്. വീട്ടിലത്തെ മെയ്ഡിന് ആദ്യമെല്ലാം ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് ടിനു എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ മേല് കഴുകാൻ പറഞ്ഞാലും കേൾക്കുകയേ ഇല്ല. അങ്ങനെയുള്ളൊരു കുട്ടി ഭക്ഷണമെല്ലാം വേഗം വേഗം കഴിച്ച് വേഗം വേഗം മേലെല്ലാം കഴുകി ഇങ്ങനെ ഞാൻ കളിക്കാൻ പോകുന്നു പാടത്തേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ മെയ്ഡ് ആകെ അന്തിച്ചുപോയി. ട്രീസി ആണെങ്കിൽ അവരുടെ ജോലി തിരക്കിലായിരുന്നു. വർക്ക് ഫ്രം ഹോം ആണല്ലോ. ടിനു പാടത്തിന്റെ അവിടെ കളിക്കാനായി പോകുന്നു എന്ന് പറയുമ്പോൾ ജസ്ലിനും പലപ്പോഴും പറയുമായിരുന്നു ഞാനും വരാം കൂടെ എന്ന്. എന്നാൽ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ജസ്ലിനെ പിന്തിരിപ്പിക്കുകയാണ് ടിനു ചെയ്തത്. എന്തായാലും മിക്ക ദിവസവും ടിനു പാടത്തിൽ പോവുകയുണ്ടായി. അവിടെ വിനോദ് മാഷ് കാത്തിരിക്കുന്നുണ്ടാവുമായിരുന്നു. തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളൊക്കെ വിനോദും ടിനുവും പാടത്തിലൂടെയൊക്കെ നടന്ന് സംസാരിച്ച് ഓടിക്കളിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ വിനോദ് ടിനുവുമൊത്ത് പാടത്തിലെ വിജനമായ ഒരു സ്ഥലത്ത് അടുത്തടുത്തിരുന്ന് ടിനുവിന് കുറെ കഥകളും കുറെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു തുടങ്ങി. ടിനുവിന് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു വിനോദ് പറഞ്ഞത് അത്രയും. അപ്പോഴേക്കും ടിനുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് വിനോദ് ഏകദേശം മനസ്സിലാക്കി വെച്ചിരുന്നു. പതുക്കെ പതുക്കെ വിനോദ് എന്തു ചെയ്തു? ടിനുവിനെ സ്വന്തം മടിയിൽ പിടിച്ചിരുത്തി കഥകൾ പറഞ്ഞു തുടങ്ങി. കുറെ ദിവസങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് പാടത്തിൽ കളിക്കാനെന്ന് പറഞ്ഞ് ടിനു തന്നെ പോകുന്നത് കണ്ടപ്പോൾ മെയ്ഡ് ട്രീസയോട് കാര്യം പറഞ്ഞു. ട്രീസയും മെയ്ഡും എല്ലാം ടിനുവിനെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ചു നേരം പാടത്തൊക്കെ ഓടിക്കളിക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്, എന്താ അതിലിപ്പോ എത്ര തെറ്റ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ ആ പഴയ മട്ടും ഭാവവും ഉണ്ടല്ലോ, പെട്ടെന്ന് ആ ദേഷ്യം വരിക അല്ലെങ്കിൽ വാശി കാണിക്കുക, ആ രീതിയിലൊക്കെ പെരുമാറി തുടങ്ങി. അപ്പോൾ ട്രീസ പറഞ്ഞു ഇനി പാടത്ത് കളിക്കാൻ പോകുമ്പോൾ ജസ്ലിനെയും കൂടെ കൊണ്ടുപോകണം, അവിടെങ്ങാനും വീഴുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആരും അറിയുക പോലും ഇല്ല എന്ന്. ടിനുവിന് അതൊട്ടും സമ്മതമില്ലായിരുന്നു. പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല. അന്ന് വിനോദ് മാഷ് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ടിനു മാഷിനോട് ഈ കാര്യം രഹസ്യമായി പറഞ്ഞു. മാഷ് ടിനുവിനോട് പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, നിനക്ക് എന്റെ കൂടെ തനിച്ച് എക്സ്ട്രാ ടൈം ചിലവഴിക്കണമെങ്കിൽ നീ തന്നെ വന്നേ മതിയാവുള്ളൂ എന്ന്. അതിനുവേണ്ടി നീ എന്തെങ്കിലും നുണ പറഞ്ഞാലും സാരമില്ല, നീ ഇങ്ങനെ എന്റെ കൂടെയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്, കഥ പറയുന്നത് എന്നൊക്കെ വീട്ടുകാരറിഞ്ഞാൽ തീർച്ചയായും അവർ പറയും എന്നാൽ ജസ്ലിനും കൂടി പോരട്ടെ, ജസ്ലിനും കഥയൊക്കെ കേൾക്കട്ടെ. അങ്ങനെ ആയാൽ പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന അത്ര സമയം പോലും നമുക്ക് അവിടെ സംസാരിക്കാൻ സമയം കിട്ടില്ല എന്ന്. മറ്റു കുട്ടികളും എല്ലാം പാടത്തിൽ വന്നു കഴിഞ്ഞാൽ തനിക്കൊരു പ്രശ്നവുമില്ല, എല്ലാവർക്കും കഥ പറഞ്ഞു കൊടുക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ടിനുവിനാണ് അത് കാരണം കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് എന്നുകൂടി വിനോദ് കൂട്ടിച്ചേർത്തു. ഇതൊക്കെ കേട്ടപ്പോൾ ടിനുവിന് ആകെ ആശയക്കുഴപ്പമായി. എന്ത് ചെയ്യും? എങ്ങനെ മാഷിനെ തന്നെ കാണും പാടത്തിൽ വെച്ച്? തല പുകഞ്ഞ് ആലോചിച്ച് ടിനു ഒടുവിൽ ഒരു വഴി കണ്ടെത്തി. വന്ന ഉടനെ വേഗം തന്നെ പഴയ പോലെ ഭക്ഷണം കഴിച്ച് മേല് കഴുകിയ ശേഷം കുറച്ചു നേരം എനിക്ക് ഉറങ്ങണം, ഉറക്കം വരുന്നു, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറായി പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പോയി കിടപ്പായി. ശരി, പാടത്തിൽ കളിക്കാനുള്ള ആ ഒരു ആഗ്രഹം എല്ലാം അവൾക്ക് പോയിട്ടുണ്ടാവും എന്ന് കരുതി ബാക്കിയുള്ളവരും മിണ്ടാതെ ഇരുന്നു. ടിനു യഥാർത്ഥത്തിൽ ഉറങ്ങുമായിരുന്നില്ല, ഉറക്കം ഭാവിച്ച് കിടക്കുമായിരുന്നു. ആരും ചുറ്റുവട്ടത്തൊന്നും ഇല്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പിച്ച ശേഷം പതുക്കെ ടിനു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി പാടത്തിലേക്ക് എത്തുമായിരുന്നു. ഇങ്ങനെ കുറെ ദിവസങ്ങൾ പോയി. ടിനുവിന് ചിലപ്പോഴെങ്കിലും കുറ്റബോധം തോന്നായിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ താൻ ആരോടും പറയാതെ പാടത്തേക്ക് കളിക്കാൻ പോകുന്നതും അതേപോലെ റൂമിൽ താൻ കിടക്കുന്നില്ല എന്ന് മറ്റുള്ളവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവരോട് നുണയൊക്കെ പറയേണ്ടി വരുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ. എന്നാൽ മാഷിനോട് അവൾ അതൊക്കെ പറഞ്ഞപ്പോൾ മാഷ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നിനക്ക് എന്റെ കൂടെ സമയം എക്സ്ട്രാ ചെലവഴിക്കണമെങ്കിൽ നീ നുണ പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇനി ടിനുവിന് ആകെ ധർമ്മസങ്കടമായി. കാരണം അവളുടെ മാതാപിതാക്കളോ വേറെ ആരും തന്നെയോ അവൾക്ക് നൽകാത്തത്ര സ്നേഹവും വാത്സല്യവും വിനോദ് അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്താൻ അവൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിനാൽ അവൾ വീണ്ടും വീണ്ടും നുണ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ഇതാണ് ഗ്രൂമിംഗ് സെഷനിന്റെ 4th സ്റ്റേജ്. പതുക്കെ വിനോദ് ഗ്രൂമിംഗ് ഡൈനാമിക്സിന്റെ 5ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയായിരുന്നു. ഇനീഷ്യേറ്റിംഗ് സെക്ഷുവൽ കോണ്ടാക്ട്. അപ്പോഴത്തേക്കും ടിനുവിന് ഏകദേശം ഒരു 9 വയസ്സൊക്കെ ആയിരുന്നു. അവളുടെ ശാരീരിക വളർച്ച കുറച്ചുകൂടി പെട്ടെന്ന് ആയി തുടങ്ങി. പാടത്തിൽ വെച്ച് നിത്യവും മീറ്റ് ചെയ്യുക എന്നത് ഇവരുടെ ഒരു ദിനചര്യയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തൊട്ടടുത്തിരുത്തിയിട്ടാണ് കഥകളും മറ്റു കാര്യങ്ങളും എല്ലാം വിനോദ് ടിനുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പതുക്കെ ടിനുവിനെ തന്റെ മടിയിൽ പിടിച്ചിരുത്തി അതിനുശേഷം പതുക്കെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവിളിൽ ഉമ്മ വെച്ച് അവളുടെ തലമുടിയെല്ലാം ആടി ഒതുക്കി കൊടുത്ത് എങ്ങനെയാണോ ഒരു അച്ഛനും അമ്മയും എല്ലാം വാത്സല്യത്തോടെ തൻ്റെ മക്കളെ കെട്ടിപ്പിടിക്കുന്നത് അതേപോലെ അവളെ വാത്സല്യത്തോടെ അവൾക്ക് ഒട്ടും മുഷിവ് വരാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ച് ചിലപ്പോഴെല്ലാം തലമുടിയെല്ലാം ഇങ്ങനെ കോതി ഒതുക്കി പിന്നി കെട്ടിക്കൊടുക്കുക പോലും ചെയ്യുമായിരുന്നു
ഈ വിനോദ്. അങ്ങനെ ലൈംഗിക ചുവയില്ലാത്ത, അതായത് നോൺ സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു ടച്ചിൽ നിന്നും പതുക്കെ പതുക്കെ സെക്ഷൽ ടച്ചിലേക്ക് മാറി വിനോദിന്റെ ആ ഒരു അപ്രോച്ച്. ഈ സെക്ഷൽ ടച്ച് എന്ന് പറയുന്നത് പല രീതിയിലാകാം. ഏതൊക്കെ രീതിയിലാണ് വിനോദ് ഇങ്ങനെ ടിനുവിനെ ടച്ച് ചെയ്തത് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുവാൻ, കഥയുടെ രൂപത്തിലാണെങ്കിൽ പോലും പറയുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ഞാൻ നിങ്ങളുടെ ആ ഒരു ആലോചനയ്ക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്തായാലും തുടക്കത്തിൽ ടിനുവിന് ഒട്ടും തന്നെ ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ വേദനയോ വിഷമമോ അല്ലെങ്കിൽ മനപ്രയാസമോ ഒന്നും തോന്നാത്ത രീതിയിലായിരുന്നു ഇയാൾ അവളെ തൊട്ടിരുന്നത്. വാസ്തവം പറഞ്ഞാൽ വിനോദ് ചെയ്യുന്നതും തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും എന്താണെന്ന് തിരിച്ചറിവ് പോലും ആ കുട്ടിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വിനോദ് പറഞ്ഞതൊക്കെ അവൾ ചെയ്യുമായിരുന്നു. അതേപോലെ വിനോദ് അവളോട് ചെയ്യുന്നതിനോടെല്ലാം അവൾ സഹകരിക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ചൊക്കെ സുഖവും അവൾക്ക് അതിൽ നിന്നും ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ചില സ്ഥലങ്ങളിലെല്ലാം തൊടുമ്പോഴോ മസാജ് ചെയ്യുമ്പോഴോ ഒരു ഇക്കിളി ആകുന്ന പോലത്തെ സെൻസേഷനോ അല്ലെങ്കിൽ സുഖമോ എല്ലാം ചെറിയ കുട്ടികൾക്ക് പോലും ലഭിക്കാറുണ്ട്. അവൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അവൾ വിചാരിച്ചു ഇതെല്ലാം വിനോദിന് തന്നോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗങ്ങളാണ് എന്ന്. ഇതിനിടയിൽ അവളുടെ പെരുമാറ്റത്തിനും കുറച്ചൊക്കെ മാറ്റം വന്നു. അവളുടെ ദേഷ്യമെല്ലാം കുറച്ച് കുറഞ്ഞു. പഠിത്തത്തിലും കുറച്ചൊക്കെ ഒരു പുരോഗമനം കണ്ടു തുടങ്ങി. മാർക്കൊക്കെ കുറച്ചുകൂടി നന്നായി വാങ്ങി തുടങ്ങി. ഇതൊക്കെ ആയപ്പോൾ വീട്ടുകാർക്കും പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു 10 വയസ്സായപ്പോഴേക്കും അവൾ വയസ്സറിയിച്ചു. അതിനുശേഷം അങ്ങോട്ട് അവളുടെ വളർച്ച വളരെ പെട്ടെന്ന് കുത്തനെയായിരുന്നു. ഈ 2 കുട്ടികളുടെയും ട്യൂഷൻ അപ്പോഴും വിനോദ് എടുക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെയുള്ള ഈ പാടത്ത് വെച്ചിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ അപ്പോഴും കൊണ്ടു നടന്നിരുന്നു. എന്നാൽ പ്രായപൂർത്തിയെല്ലാം ആയ ശേഷം കാര്യങ്ങൾ കുറച്ചേശ് കൂടുതലായി മനസ്സിലാക്കി വന്നപ്പോൾ, പിന്നെ മാത്രമല്ല ഫോണിലൂടെയും വേറെ മാധ്യമങ്ങളിലൂടെയും എല്ലാം ഓരോ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി തുടങ്ങി വിനോദും താനും തമ്മിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ല, എന്തോ പന്തികേടുണ്ട് എന്ന്. അവൾ പതുക്കെ പതുക്കെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഓരോന്നെല്ലാം വിനോദ് ചെയ്യാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ വിനോദ് എന്തെങ്കിലും ചെയ്യുമ്പോഴോ അവൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു തുടങ്ങി. ആദ്യമൊക്കെ വിനോദ് സ്നേഹത്തോടെ അവളോട് പറയുമായിരുന്നു, അയ്യേ എന്താ മോളെ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതൊക്കെയല്ലേ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികൾ, ഇത്രയും നാളും നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ പെട്ടെന്ന് നിനക്ക് എന്തു പറ്റി എന്നൊക്കെ പറയുമായിരുന്നു. അവൾ ഇനി എനിക്ക് പറ്റില്ല, ഇനി എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ ആളുടെ മട്ടും ഭാവവും മാറി. പതുക്കെ ഗ്രൂമിങ്ങിന്റെ 6ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയായിരുന്നു വിനോദ്. അതായത് കൺട്രോളിങ് ദ റിലേഷൻഷിപ്പ്. ഈ തരത്തിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു കൺട്രോൾ വിനോദിന്റെ കയ്യിലായി. വിനോദ് പറയുന്നതനുസരിച്ച് ടിനുവിന് എന്തും ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനെതിരെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഫലം നല്ലതായിരിക്കില്ല എന്ന മട്ടായി. അതെങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ആളുടെ ആ ഒരു സംസാരത്തിൽ ഒരു ഭീഷണിയുടെ ചുവ വന്നു തുടങ്ങി. നീ ഇതിന് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചിട്ട് നീ വീട്ടിൽ ചെന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാനല്ല പാടത്ത് വരാൻ പറഞ്ഞത്, വീട്ടുകാർ എന്തായാലും എന്നെ വിശ്വസിക്കുള്ളൂ, നിന്നെ വിശ്വസിക്കില്ല. അത് കാരണം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, ഞാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല, നീ വീട്ടിൽ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഞാൻ നിന്നെ ട്യൂഷൻ പഠിപ്പിക്കാനും വരില്ല, നിന്റെ വീട്ടിലുള്ള ആരും തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ലാന്ന് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാനും വിട്ടുപോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതിനാൽ ആലോചിച്ച് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. വീട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ടിനുവിന് ആകെ വിഷമമായി, ആകെ ധർമ്മസങ്കടമായി. ഈ വിനോദ് ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഇതൊക്കെ എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ചെറിയ സുഖമൊന്നും ഇപ്പോൾ കിട്ടുന്നുമില്ല. ആകെ ഒരു അസ്വസ്ഥതയാണ്, ആകെ ഒരു വിഷമമാണ്. എന്നാൽ വിനോദിനെ വെറുപ്പിക്കാനും പറ്റില്ല. വിനോദ് ഇല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ തന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ തന്നോട് വാത്സല്യം പ്രകടിപ്പിക്കാനോ വേറെ ആരും ഇല്ല. ഈ 2 ചിന്തകൾക്കിടയിൽപ്പെട്ട് അവൾ ആകെ നേറി തുടങ്ങി. ഈ ഒരു ധർമ്മസങ്കടം കാരണം തന്നെ അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പണ്ട് 8 വയസ്സിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ പോലെ പെട്ടെന്ന് ദേഷ്യം വരിക, സാധനങ്ങളെല്ലാം വലിച്ചെറിയുക, ആരെന്ത് ചോദിച്ചാലും തറുതല പറയുക എന്നിങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അവളിൽ കണ്ടു തുടങ്ങി. നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ വീണ്ടും പഠിത്തത്തിൽ പിന്നോക്കമായി. വീട്ടുകാർ കരുതി ഇതല്ലെങ്കിൽ തന്നെ പണ്ടിങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പോൾ കൗമാരപ്രായമല്ലേ, അത് കാരണമൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന്. ഇവൾക്കാണെങ്കിൽ അവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പറയാൻ ഭയങ്കര പേടിയാണ്. ഒരു ദിവസം അവൾ എങ്ങനെയോ ധൈര്യമുണ്ടാക്കി അവളുടെ സ്കൂളിലുള്ള ഒരു ഫ്രണ്ട്
ഫ്രണ്ടിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തനിക്ക് ഒരുപാട് അസ്വസ്ഥതയുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ. ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളെക്കാൾ 2-3 വയസ്സിന് മൂത്തതാണ്. ആ കുട്ടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ അറിയാം. ആ കുട്ടി പറഞ്ഞു, എന്തായാലും നീ ഇതിന് സമ്മതിക്കരുത്, എന്തായാലും വീട്ടുകാരോട് ഇത് പറഞ്ഞേ പറ്റൂ എന്ന്. ടിനു പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവർ എന്നെ വിശ്വസിക്കില്ല, ട്യൂഷൻ മാഷിനെ വിശ്വസിക്കുള്ളൂ. ഫ്രണ്ട് പറഞ്ഞു, ആ ഒരു റിസ്ക് എടുത്താലും സാരമില്ല, നീ എന്തായാലും വീട്ടുകാരോട് പറയുക തന്നെ വേണം, ഞാനും കൂടി വേണമെങ്കിൽ നിന്റെ കൂടെ വരാം, എന്നിട്ട് നിന്റെ അച്ഛനോടും അമ്മയോടും നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന്. അങ്ങനെ ഒരു ദിവസം എങ്ങനെയോ ധൈര്യമൊക്കെ ഉണ്ടാക്കി അവളും അവളുടെ ഫ്രണ്ടും കൂടി ടിനുവിന്റെ അച്ഛനമ്മമാരെ കാണാൻ പോയി. ടിനുവിന്റെ ഫ്രണ്ടാണ് കാര്യങ്ങളെല്ലാം അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞത്. അവരുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണോ? സങ്കടം വന്നു പോകും. അവർ പറഞ്ഞത്, ഈ ടിനു ഈ അടുത്തായിട്ട് ട്യൂഷനൊന്നും നേരെ അറ്റൻഡ് ചെയ്യുന്നില്ല, നേരെ പഠിക്കുന്നില്ല, താൻ നേരെ പഠിക്കാത്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, മാഷിന്റെ ഈ ഒരു പെരുമാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവൾ പറഞ്ഞുണ്ടാക്കുന്ന നുണകളാണ് ഇതൊക്കെ. ഇവൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല, നീയും വിശ്വസിക്കണ്ട എന്ന് അവർ ആ ഫ്രണ്ടിനോട് പറഞ്ഞു. ടിനു ആകെ തകർന്നുപോയി. ഇനി ആരോട് പറയും? വിനോദ് ഈ കാര്യങ്ങളെല്ലാം അറിയാനിടയായി. ഇവൾ ഫ്രണ്ടിനോട് പറഞ്ഞതും ഫ്രണ്ടും അവളും ചേർന്ന് മാതാപിതാക്കളോട് പറഞ്ഞതും അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതും എല്ലാം അയാൾ അറിയാൻ ഇടയായി. അപ്പോൾ വിനോദ് ഗ്രൂമിങ്ങിന്റെ 7th സ്റ്റേജ് തുടങ്ങുകയായി. അതായത് കുട്ടിയെ ബാക്കിയുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്ന ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. വിനോദ് ആദ്യം എന്തു ചെയ്തു? ആ ഫ്രണ്ടിനെ പോയി കണ്ടു. എന്നിട്ട് ആ ഫ്രണ്ടിനോട് കാര്യങ്ങളെല്ലാം വേറെ രീതിയിൽ പറഞ്ഞ് ടിനു പറഞ്ഞതെല്ലാം നുണയാണെന്ന് ആ ഫ്രണ്ടിനെ വിശ്വസിപ്പിച്ചു. അതിനൊക്കെ അയാൾക്ക് വലിയ സാമർഥ്യമായിരുന്നു. അതിനുശേഷം ആ ഫ്രണ്ട് ടിനുവിനോട് മിണ്ടാതെയായി. ടിനുവിന് കൂടുതലായിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ. ടീച്ചേഴ്സുമായിട്ടും ഒന്നും അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ അവളെ തീരെ വിശ്വസിച്ചിട്ടുമില്ല. അവളുടെ ചേച്ചിയായ ടിസ അപ്പോഴത്തേക്കും പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് വേറെതോ സംസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. ആകെ ഒരു ആശ്രയം എന്താണ്? ട്രീസ ആന്റി. ട്രീസ ആന്റിയോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ട്രീസ ആന്റി കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ട്രീസ ആന്റിക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ട്രീസ ആന്റി എന്ത് ചെയ്തു? അവരുടെ ഫ്രണ്ട് ആണല്ലോ വിനോദിന്റെ സിസ്റ്റർ, അവര് വഴിയാണല്ലോ വിനോദ് ഇവിടെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നത്. ആ ഫ്രണ്ടിനോട് കാര്യങ്ങളെല്ലാം പറയുവാൻ വേണ്ടി ശ്രമിച്ചു. ആ ഫ്രണ്ട് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും പൊട്ടിത്തെറിച്ചു. നിനക്ക് എങ്ങനെ വിശ്വസിക്കാൻ തോന്നി? ഇത്രയും വർഷങ്ങളായി വിനോദ് നിന്റെ വീട്ടിൽ ടിനുവിനെ മാത്രമല്ല ജസ്ലിനെയും ട്യൂഷൻ എടുക്കുന്നുണ്ട്. ജസ്ലിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ വിനോദിന്റെ കയ്യിൽ നിന്നും? ടിനുവിന് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിനർത്ഥം ടിനു ആണ് നുണ പറയുന്നത് എന്ന്. വാസ്തവമാണല്ലോ എന്ന് തോന്നി ട്രീസയ്ക്കും. എന്തായാലും ടിനുവിന് ക്ലാസ്സിൽ പോകാനോ ട്യൂഷൻ ഇരിക്കാനോ പഠിക്കാനോ ഈവൻ വഴക്ക് കൂടാനോ ഒന്നിനും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായി. എപ്പോഴും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചടഞ്ഞിരിക്കും, അല്ലെങ്കിൽ കരയും. ഭക്ഷണം പോലും നേരെ കഴിക്കില്ല. ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു മരപ്പാവെ പോലെ ചെയ്യും, അത്രമാത്രം. അവളുടെ മനസ്സിലെ വിങ്ങൽ 2 കാര്യങ്ങൾ കൊണ്ടായിരുന്നു. ഒന്ന്, തനിക്ക് ഇങ്ങനെയെല്ലാമുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായല്ലോ ഈശ്വര എന്നതോർത്ത്. 2, താൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾക്ക് കാരണമായി വന്നത്. ഇനിയിപ്പോൾ ആ വ്യക്തിയുമായി താൻ അകന്ന് തുടങ്ങിയല്ലോ. അപ്പോൾ ആകമൊത്തം തനിക്ക് ഈ ലോകത്ത് സ്നേഹവും വാത്സല്യവും തന്നിരുന്ന ആൾ പോലും തനിക്കിപ്പോൾ ഇല്ലാതെ ആയല്ലോ. ഈ ചിന്തകളെല്ലാം ചേർന്നാണ് അവളെ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത്. വിനോദാകട്ടെ പരസ്യമായി ആ ട്യൂഷന്റെ സമയത്തൊക്കെ അവളോട് വളരെ ക്രൂരമായി, അവളോട് വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചിരുന്നത്. എപ്പോഴെങ്കിലും അവൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ഈ കണക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ പറയുമായിരുന്നത്, നീ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിന്നോട് ദേഷ്യപ്പെടാതിരിക്കുള്ളൂ എന്നാണ്. എന്തായാലും ടിനുവിന്റെ മാർക്ക് ദിനം പ്രതി കുറഞ്ഞു തന്നെ വന്നു. അങ്ങനെ ആയപ്പോൾ ഈ ട്രീസയും ആൻഡ്രൂസും അതേപോലെ ടിനുവിന്റെ മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഈ വിനോദ് ഇത്ര നല്ല സാറാണ്, കാരണം ടിനുവിന് അയാൾ പഠിപ്പിച്ചിട്ടാണ് മാർക്കൊക്കെ കിട്ടിയത്. ജസ്ലിന് ഈ വിനോദിനെ കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ടിനു പറയുന്നത് നുണയാണ്. എങ്ങനെയെങ്കിലും കുറച്ച് എക്സ്ട്രാ കോച്ചിങ് ഈ വിനോദിനെ കൊണ്ട് ടിനുവിന് കൊടുപ്പിക്കണം. അങ്ങനെ ആയാൽ ചിലപ്പോൾ ടിനു ശരിയാകും. ചിലപ്പോൾ അയാളോടുള്ള ദേഷ്യവുമെല്ലാം മാറുമായിരിക്കും. മാർക്ക് കിട്ടാഞ്ഞിട്ടാവാം ചിലപ്പോൾ വിനോദിന്റെ അടുത്ത് ടിനുവിന് ദേഷ്യമുള്ളത് എന്നുപോലും അവർ അനുമാനിച്ചു. അങ്ങനെയൊക്കെ അവർ സങ്കല്പിക്കുകയും ചെയ്തു. ഇക്കാര്യം വിനോദിനോട് മാതാപിതാക്കൾ അവതരിപ്പിച്ചപ്പോൾ വിനോദ് സന്തോഷപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. വിനോദ് പറഞ്ഞു, ശനിയാഴ്ചയും ഞായറാഴ്ചയും അവൾ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ അവളെ പഠിപ്പിച്ചോളാം. രാവിലെ മുതൽ വൈകിട്ട് വരെ അവളെ എല്ലാ സബ്ജക്റ്റും നന്നായി പഠിപ്പിച്ച് അവൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുത്താം.
ടിനുവിനാണെങ്കിൽ തീരെ സമ്മതമില്ലായിരുന്നു അതിന്. എന്നാൽ മാതാപിതാക്കളും ട്രീസ ആൻറ്റിയും എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ വിനോദിന്റെ കൂടെ വിനോദിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വിനോദിന്റെ സിസ്റ്റർ, അതായത് ട്രീസയുടെ ഫ്രണ്ടും എല്ലാം ഉണ്ട്. അവർ ഒരു ഹൗസ് വൈഫാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ട്യൂഷനാണോ നടന്നത്, വേറെ എന്താണോ നടന്നത്, ദൈവം തമ്പുരാന് അറിയാം. എന്തായാലും ടിനുവിന്റെ മാർക്കൊന്നും കിട്ടിയതൊന്നുമില്ല. അവൾ പരീക്ഷകൾക്കെല്ലാം തോൽക്കുകയാണ് ചെയ്തത്. അതുമൂലം മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നുമെല്ലാം വഴക്കെല്ലാം ഒരുപാട് കിട്ടുകയും ചെയ്തു. ഗ്രൂമിംഗ് ഡൈനാമിക്സിന്റെ 7ാമത്തെ സ്റ്റേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്രണ്ട്സിൽ നിന്നും ഒറ്റപ്പെട്ടു, അവർ വിശ്വസിക്കുന്നില്ല. മാതാപിതാക്കൾ, ആന്റി, അതേപോലെ വേറെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അവൾ ഒറ്റപ്പെട്ടു. അങ്ങനെ അവളെ ഒറ്റപ്പെടുത്തി എടുത്തു ഈ വിനോദാണെങ്കിൽ തൻ്റെ അക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം അവൾക്കൊരു 14 വയസ്സാകുന്നത് വരെ. ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ സ്കൂളിൽ ഒരു കൗൺസിലറോ മറ്റോ വന്നു തോന്നുന്നു. ആ കൗൺസിലറെ ചെന്ന് കണ്ട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് കൗൺസിലർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നത്. കാരണം കൗൺസിലർ ഈ വീട്ടുകാരെയെല്ലാം വിളിച്ച് അവരോട് ശക്തമായ ഭാഷയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇത്ര അനാസ്ഥ കാട്ടിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടിയെ വിശ്വസിക്കാതെ ഈ ട്യൂഷൻ മാഷിനെ വിശ്വസിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ കുറെ ശകാരിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും പിടികിട്ടിയത്. ഇനി ടിനുവിനെ ആ ട്യൂഷൻ മാഷിന്റെ അടുത്ത് ട്യൂഷൻ ഒരിക്കലും വിടാൻ പാടില്ല എന്നും ആ കൗൺസിലർ മാതാപിതാക്കളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി മുഴുവൻ അച്ഛനും അമ്മയും അവളെ ശകാരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് നിനക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് നിനക്ക് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നു, ജെസ്ലിനെയും മിന്നെയും ഒരേപോലെയല്ലേ വിനോദ് മാഷ് ട്യൂഷൻ എടുത്തിരുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെല്ലാം ഉണ്ടായത്, അതിനർത്ഥം നീ ഒരു ചീത്ത കുട്ടിയാണ്, നിന്റെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവളെ കൂടുതൽ നോവിക്കുകയാണ് അവർ ചെയ്തത്. എന്തായാലും ഈ കൗൺസിലർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞത് കാരണം ഈ മാതാപിതാക്കൾ അവളെ പിന്നീട് വിനോദിന്റെ അടുത്തേക്ക് ട്യൂഷന് വിട്ടില്ല. അതിനുശേഷവും അവൾ മിക്ക ദിവസങ്ങളിലും വിഷാദമൂകയായിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുമായിരുന്നു. ഒന്നും തന്നെ പഠിക്കില്ല, ഒന്നും തന്നെ ചെയ്യില്ല, ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കില്ല, നേരെ ഉറക്കമില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. അവളുടെ അമ്മ അവളോട് പറയാൻ തുടങ്ങി, പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം, അതൊക്കെ കഴിഞ്ഞതല്ലേ, അതൊക്കെ അങ്ങ് മറന്നുകളാം. ഇത്ര എളുപ്പത്തിൽ മറന്നു കളയാൻ പറ്റുന്നതാണോ? അതാണ് മിക്ക മാതാപിതാക്കളും തങ്ങളുടെ ഈ പെൺമക്കളായാലും ശരി ആൺമക്കളായാലും ശരി അബ്യൂസിന് ഇരയായവരോട് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്? ഇവർക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആ ഒരു സൈഡ് ഇഫക്ട്സും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ദീർഘകാലം കഴിഞ്ഞിട്ടും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമൊക്കെ വരാതിരിക്കുവാനും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് ഇതേ വീഡിയോ കോഴ്സിൽ തന്നെ വേറൊരു വീഡിയോയിൽ വിശദമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗ്രൂമിംഗ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഗ്രൂം ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെ അബ്യൂസേഴ്സ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും ഈ കഥയിലൂടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആ ഒരു ടെൻഷനും വെപ്രാളവും എല്ലാം കാരണം നേരെ മനസ്സിലായത് പോലും വരില്ല. അതിനാൽ രണ്ടാമതൊന്നും കൂടി കാണുക. വേണമെങ്കിൽ 3 or 4 പ്രാവശ്യം കണ്ടാലും തെറ്റില്ല. എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എല്ലായ്പ്പോഴും ഇങ്ങനെ ഗ്രൂമിംഗ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ എല്ലായ്പ്പോഴും ഈ എല്ലാ സ്റ്റേജസിലൂടെയും കടന്നു പോയിക്കൊള്ളണമെന്നും ഇല്ല. എന്നാൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എല്ലാം നീണ്ടു നിൽക്കുന്ന ഈ ഒരു തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് മിക്കവാറും ഈ ഗ്രൂമിങ്ങിന്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നവയായിരിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.